ഇത് കണ്ടില്ലേ, പല നിറത്തിലുള്ള, നമുക്ക് വിചാരിക്കുക എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. നോക്കി ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിലെ 4 മണി ചെടികൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം പല നിറത്തിലുള്ളതായ നമ്മുടെ 4 മണികൾ. അപ്പം പണ്ടത്തെ ചെടികളാണല്ലോ ഈ 4 മണി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇതൊന്നും കാണാനില്ല അല്ലേ. ഇപ്പം പുതിയ ചെടികളൊക്കെയാണ് നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ളതല്ലേ. ഇപ്പം 4 മണി ചെടികൾ പല നിറത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. നോക്കിയൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് എന്ത് രസമാണെന്ന്. കുറേ പല തരത്തിലായിട്ട് ഇതങ്ങ് മാറിക്കോളും ഇങ്ങനെ നിൽക്കുമ്പോൾ. ഇത് കണ്ടില്ലേ, നമ്മുടെ 4 മണിപ്പാടം പലതരത്തിലുള്ള 4 മണി പൂക്കൾ നിൽക്കുന്നുണ്ടല്ലേ. 4 മണി ആകുമ്പോഴത്തേക്ക് അവരെല്ലാം നല്ലതുപോലെ വിരിഞ്ഞ് നല്ല മിടുക്കി കുട്ടികളായിട്ട് നിൽക്കുന്നത്. എന്ത് നല്ല കളറാണെന്ന് നോക്കി. ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള 4 മണി കളറ്. പിന്നെ അതിൻ്റെ മഞ്ഞ കളറ്. ഇത് വേറൊരു പിങ്ക് കളറ്. എല്ലാം കൂടെ നല്ല രസമാണ്. പല നിറത്തിലുണ്ട് കേട്ടോ, പല ഭാവത്തിലും പല നിറത്തിലും. ഇത് കണ്ടില്ലേ, അതിൽ തന്നെ 2 കളറായിട്ട് പല നിറത്തിൽ ഇവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നല്ലൊരു രസമാണ്. നമ്മുടെ മുറ്റത്ത് ഇതൊക്കെ നിൽക്കുന്ന കാണാനായിട്ട്. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതങ്ങ് പടർന്ന് പന്തലിച്ചങ്ങ് നിൽക്കും. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് വെച്ചാൽ കുറേ കൊമ്പുകളായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ചങ്ങ് നിൽക്കുകയാണ്. കുറേ സ്ഥലം അവരങ്ങ് എടുക്കും. ഇത് ഒരു തരത്തിലുള്ളതും ആയാലും മതി, നമ്മൾ പലതരത്തിലും ഇതങ്ങ് ആയിക്കൊള്ളും. ഇത് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ പരാഗണം നടക്കും. അങ്ങനെ കുറേ കളർ ഇങ്ങനെ മിക്സായിട്ട് ഇവിടെ ഇപ്പം നമ്മുടെ പച്ചക്കറികളുടെ ഇടയ്ക്ക് നിറയെ നിൽപ്പുണ്ട്. ഒരു ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണ്ട് നിറയെ, നമ്മുടെ പറമ്പ് നിറയെ ഈ 4 മണി ചെടികൾ ആയിക്കോളും. ഈ 4 മണി എന്ന് പറഞ്ഞാൽ മിക്സൊന്നും ആവത്തില്ല, അത് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതധികം പൊക്കമൊന്നും വെക്കത്തില്ല, എങ്കിൽ പിന്നെ കുഞ്ഞിലയായിട്ട് ഇങ്ങനെ പടർന്നങ്ങ് കിടക്കുന്നൊരു ഇനമാണിത്. ഇത് അയച്ചോട് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഇതാകുമ്പോൾ കൂടുതൽ ഇങ്ങനെ പടർന്ന് കിടക്കത്തില്ല. നമ്മുടെ മറ്റേതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അതങ്ങ് അതിൻ്റെ സ്പേസ് മറ്റേ ഒട്ടകത്തിന് തലകയറ്റാൻ കൊടുക്കുന്ന പോലാണ് മറ്റേതൊക്കെ. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഒതുക്കത്തിലൊക്കെ നിന്നോളും. അധികം പന്തലിച്ചിട്ടില്ല അല്ലേ. കുഞ്ഞിലയുമാണെങ്കിൽ ഇഷ്ടം പോലെ പൂക്കളും അതിനകത്ത് പിടിച്ചോളും. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, പല നിറത്തിലുള്ള, നമുക്ക് വിചാരിക്കുക എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. നോക്കി ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. ഓരോ കളറും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പാണ്. നമ്മൾ ദൂരെ നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും. പക്ഷെ ഇതാണ്ട് കണ്ടോ, ആ വയലറ്റിൽ തന്നെ വേർഷൻസ് വേറെ കണ്ടല്ലോ. മഞ്ഞക്കകത്ത് കണ്ടോ, കുത്തൂത്തുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതും വയലറ്റും പിങ്കും ചേർന്നതും എല്ലാം. മഞ്ഞക്കകത്തും ഡിസൈനുണ്ട്. ഇതിൻ്റെ പെറ്റൽസൊക്കെ കണ്ടില്ല, ഓരോന്നിനും ഓരോ ഡിസൈനാണ് ദൈവം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് 4 മണി ചെടിയുടെ അരി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിപ്പം കുരുമുളകിൻ്റെ കൂട്ടിരിക്കും നല്ല വിളഞ്ഞു കഴിഞ്ഞാൽ. ഇത് അവിടെ തന്നെ വീണ് ഇഷ്ടംപോലെ തൈകൾ നമുക്ക് ഉണ്ടായിക്കോളും. അപ്പോൾ നമുക്ക് എവിടെ വേണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത് പറിച്ച് നടാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിർത്തി കിളിപ്പിക്കാം. പക്ഷേ ഇതങ്ങ് കാട് പോലെ അങ്ങ് വളരും കേട്ടോ. അപ്പം കുറേശ്ശെ പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു അരുവി തോറും നമ്മൾ നടാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് പല നിറത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് നടുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതങ്ങ് നിന്നോളും. നല്ല മഞ്ഞ പൂവായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന തൈകൾ കണ്ടോ, എന്തോരം തൈകളാന്ന് കണ്ടില്ലേ. അതുകൊണ്ട് കോസ്മോസ് ചെടിയുടെ തൈകൾ നിൽപ്പുണ്ട്. അതെല്ലാം അവിടെ കൊഴിഞ്ഞു വീണിട്ട് ഇഷ്ടം പോലെ തൈകൾ നിൽക്കുകയാണ്. കാട് പോലെ അങ്ങ് ആവും ഇവർ. ഇച്ചിരി വെള്ളവും കൂടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അവർ നല്ല ആർത്തിയോടെ അങ്ങ് വളർന്നു വരും. ഇത് ടൊറേനിയം കണ്ടില്ലേ, നല്ല രീതിയിൽ നമ്മൾ ഹാങ് ചെയ്തിട്ടപ്പോഴും നല്ലതുപോലെ ഇഷ്ടം പോലെ പൂക്കളായിട്ട്. പക്ഷേ ഇതിനകത്ത് എപ്പോഴും നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ വേണം, വളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ പൂ പിടിച്ച് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ വളമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വാടി കരിഞ്ഞ മാതിരി നിൽക്കും. അപ്പം നമ്മൾ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇഷ്ടം പോലെ ചട്ടിയിൽ നിന്ന് കവിഞ്ഞ് വളർന്നു വരുമായിരുന്നു. അപ്പോൾ അത് ഇത്തിരി പ്രായമൊക്കെ ആയപ്പോഴും നമ്മൾ തറയിലും ഇങ്ങനെ ചട്ടിയിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി നട്ടു. ഇവിടെ 5 ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം 2 ടൈപ്പിനെ കാണാനില്ല. ഇനിയിപ്പോൾ അതിന് അരിയൊക്കെ വീണിട്ട് അത് കിളിർച്ച് തൈകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ മാറ്റി നമുക്ക് നടണം. അപ്പം നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനകത്ത് നമുക്ക് നല്ലതുപോലെ ചെടികളൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറേ ചെടികളൊക്കെ നമ്മുടെ MGD സ്കൂളിലെ മേരി മാത്യു ടീച്ചർ നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടികളൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പം എല്ലാം നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. അപ്പം മേരി മാത്യു ടീച്ചറിന് ഞങ്ങളുടെ ഒരുപാട് താങ്ക്സ് ഇതോടൊപ്പം അറിയിക്കുന്നു. ഇതാണ് നമ്മുടെ പീച്ചിലിൻ്റെ പൂക്കൾ. നല്ല മഞ്ഞ കളറാണ്. ഇത് വൈകുന്നേരം ആകുമ്പോഴാണ് നല്ലതുപോലെ വിടർന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കും. മുറ്റത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട്.
ഇത് ചൊരക്കയുടെ പൂക്കൾ കണ്ടില്ലേ, ചൊരക്ക ലോക്കി എന്ന് പറയും. ഓരോന്നിനും ഓരോ ഇതാണ് അല്ലേ, എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് നമ്മുടെ പറമ്പിലോട്ട് കുറച്ച് തറയിൽ നട്ട ചെടികളാണ്. നമ്മുടെ ചൈനീസ് ബോൾസം പടർന്ന് പന്തലിച്ചാണ് നിൽക്കുന്നത്. എന്തോരം പൂക്കളാന്ന് നോക്കിയേ. ഇതിൻ്റെ 3-4 ടൈപ്പ് ഉണ്ട് ഇപ്പം. ഇതും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ പല കളറായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ 4 മണി ചെടിയുടെ കൃഷി രീതികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് കൃഷി രീതികളൊന്നും അറിയാനൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഇതിൻ്റെ അരികൾ നമ്മൾ എടുത്തിട്ട് അങ്ങ് പാകിയിട്ട് അങ്ങ് കിളിപ്പിച്ചാൽ മതി. അങ്ങനെയും ചെയ്യണമെന്നില്ല. ഇതിപ്പം നിൽക്കുന്നിടത്ത് തന്നെ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ആയിക്കോളും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കത് പറിച്ച് നടാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 മണി ചെടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.